ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ കൃഷി ചടങ്ങ് ഇല്ല നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായ കാര്യമാണ്. നമ്മൾ ചെടികൾ നല്ലോണം വളർന്നുകൊണ്ട് കുറേ എണ്ണം പണക്ക് വിട്ടിട്ടുണ്ട്. അല്ലാതെ കുറേ പൂവും കായും ഇല്ല വന്നിട്ടുണ്ട്. ആ പൂവും കായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതായിരുന്നു. അപ്പം നമുക്ക് വീട് കേട്ട് പോവാം. ഇവിടെ അച്ഛൻ തന്നെ ഇവിടുത്തെ കൃഷിക്കും കൃഷിക്കായിട്ട് വെള്ളമൊക്കെ അച്ഛൻ തന്നെയാണ് ഈ ടാങ്കിലെല്ലാം കൊണ്ടുവച്ചത്. ഇതായത് ഇതിന് വേണ്ടി വേറൊരു പൈപ്പാണ് ഇതായിട്ട് ഉള്ളത്. പക്ഷെ അതൊക്കെ എന്താ സംഭവിച്ചു നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ ആദ്യത്തെ വിളവെടുപ്പ് ഇന്ന് നടക്കുന്ന ദിവസമാണ്. നമ്മുടെ അജമാനെ പറഞ്ഞോ, നീ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. നമ്മുടെ നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. അതെ, അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒക്കെയാണ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ കുറച്ച് സമയം ഇവിടെ വന്നിരുന്നു. ഇത് തക്കാളിയാണ്. ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തക്കാളി തക്കാളി പിടിച്ചോടിക്കല്ലേ അത് തക്കാളിന്റെ ഒരു കൊച്ചതാണ്. ഇത് കൊച്ചു കായാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടെന്ന് വെച്ചാൽ തക്കാളി ഉണ്ട്, വഴുതനയുണ്ട്, മുളകുണ്ട്, വെണ്ടയ്ക്കുണ്ട്, അമരപ്പയർ, അല്ലാതെ നിരവധി കുറച്ച് സാധനങ്ങളും ഉണ്ട്. നമ്മൾ ചെടികളെന്ന് വെച്ചാൽ ചുവപ്പ് പയർ തൊട്ട് പല പല സാധനങ്ങളാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ അമരപ്പയർ പൂത്തു. ചെറിയ 2-3 കായൊക്കെ വന്നു, ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊക്കെ ഒരു പ്രത്യേക സുഖവും സന്തോഷമൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം. നമ്മുടെ വീട്ടിൻ്റെ മണ്ടയിലോ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ വിളവെടുപ്പാണല്ലേ ആദ്യം എവിടെ നമ്മളെ ആദ്യത്തെ വിളവെടുപ്പ് 3 വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൊണ്ട ഇവിടെ അമ്മ വെള്ളം ഒഴിച്ചോണ്ടിപ്പോ ഗൈസ് പറഞ്ഞു നമ്മൾ ആ കൊച്ചു കാര്യം തിന്നോണ്ടിരുന്നിട്ട് നമ്മൾ ഇത് കണ്ടില്ലല്ലോ ഗൈസ്. ഈ സ്ട്രോബെറി കണ്ടില്ല ഗൈസ്. നമ്മൾ ഇതുകൂടെ പറിച്ചു വെക്കാം. അയ്യോ പറിച്ചു ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് ഇതാണ് നമ്മളെ സ്ട്രോബെറി ഗൈസ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എനിക്ക് നേരത്തെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഇത്ര ഉള്ളെന്ന്. ഇപ്പഴേ അറിഞ്ഞ ഗൈസ് ഇത്രയും കിട്ടും. കയ്യിലും കിട്ടിയ വലിയ വാങ്ങി ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? അച്ഛൻ കൃഷിയായിട്ട് ഇതുവരെ അച്ഛനൊന്നും തിന്നാൻ പറ്റിയിട്ടില്ല. വേണ്ട മക്കള് അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ കൃഷി. ഇതാണ് നമ്മുടെ കൃഷി. ഇത് സ്ട്രോബെറി വല്ലാത്ത സ്ട്രോബെറി ആയി പോയല്ലോ ഇത്. എൻ്റെ വളം എന്തായാലും ശരിക്കും ഏറ്റിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഈ വർഷത്തെ ആദ്യമോനെ 2 കായുണ്ടല്ലേ, അപാര കായായി പോയല്ലോ ഇത്. ഇതിന്റെ അച്ഛാ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്തേ ഇതിന്റെ ഇച്ചയും കൂടെ ഇത്ര ഉള്ളതേ ആ ഭയങ്കര ചുവപ്പുള്ള ഞാൻ തിന്നു നോക്കി. ഭയങ്കര നല്ല മധുരമായിരുന്നു. സ്ട്രോബെറി വെച്ചപ്പില്ല.
അപ്പൊ ഗൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.